നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ്റെ നിയന്ത്രണം ഇപ്പോൾ ആർക്ക്? ഇറാൻ്റെ പ്രതികരണങ്ങൾ കണ്ട് ലോകം അമ്പരക്കുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞ ട്രംപിന് നേർക്ക് ഇപ്പോൾ ഇറാൻ ചീറിയെടുക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ 15 നിബന്ധനകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ വെച്ചത്. എന്നാൽ ആ 15 നിബന്ധനകൾ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല. പകരം US തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറാൻ. വെടിനിർത്തൽ നടപ്പാക്കാൻ US മുന്നിൽ ഇറാൻ വെച്ചിരിക്കുന്നത് കർശന നിബന്ധനകൾ. ഗൾഫ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും പൂർണ്ണമായി അടച്ചുപൂട്ടണം. ഇറാൻ എപ്പോഴും ഭീഷണിയായി കാണുന്നവയാണ് ഗൾഫിലുള്ള അമേരിക്കൻ സേനാ താവളങ്ങൾ. യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് നിർദ്ദേശിച്ച 15 നിർദ്ദേശങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിക്കണമെന്ന് ഇറാൻ പറയുന്നു. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം തങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കും. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ഇതിനുള്ള അധികാരം ഇറാനുണ്ട് എന്ന് ഇറാൻ പറയുന്നു. ഹോർമുസിൻ്റെ പൂർണ്ണ നിയന്ത്രണം വേണം എന്ന നിബന്ധനയാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ ഇപ്പോൾ വയ്ക്കുന്നത്. ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പിൻവലിക്കണം. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകണം. ഹിസ്ബുള്ളക്കെതിരായ ഇസ്രയേൽ സൈനിക നീക്കങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. ഇത്തരം നിബന്ധനകളാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏറ്റവും വിചിത്രമായ നയതന്ത്ര തലമാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഇറാനെ തങ്ങൾ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന ട്രംപ് ഒരു വശത്ത്, മറുവശത്ത് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുന്ന ഇറാന്റെ വിചിത്ര നീക്കം. ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികൾ ഒരു കാരണവശാലും ഇസ്രയേൽ നിർത്തിവെക്കില്ല. ലെബനന്റെ ഒരു ഭാഗം തങ്ങൾ പിടിച്ചെടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ. ബെയ്റൂത്ത് മുതൽ ഇസ്രയേൽ വരെയുള്ള ഭാഗം ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി ഇസ്രയേൽ ആ പ്രദേശം തങ്ങളുടെ അധീനതയിലാക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. വെടിനിർത്തൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആണ് ഈ കർക്കശ വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് ഇറാന് മുന്നിൽ US നിർദ്ദേശം മുന്നോട്ട് വച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കുകയും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾ അനുവദിക്കുകയും ചെയ്യണമെന്ന് ട്രംപ് പറയുന്നു. അമേരിക്കയ്ക്ക് മുന്നിൽ വിചിത്രമായ നിബന്ധനകൾ. മറുവശത്ത് അമേരിക്കയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇറാൻ. അമേരിക്കയ്ക്ക് കർശന മുന്നറിയിപ്പ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നു. US നിലവിലുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി അധിക സമയമില്ല എന്ന് ഇറാൻ സൈനിക ഉപദേഷ്ടാവും IRGCയുടെ മുൻ കമാൻഡറുമായ മുഹ്സിൻ റസായി പറയുന്നു. ട്രംപ് ഭീഷണിപ്പെടുത്തിയതുപോലെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ ശക്തി ഇല്ലാതാക്കുമെന്നും അറേബ്യൻ ഗൾഫ് വഴിയുള്ള US കപ്പലുകൾ മുക്കുമെന്നും IRGC. US രക്ഷപ്പെടാനുള്ള അവസാന സമയപരിധി അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ട്രംപിന് അധിക സമയമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇനി ഞങ്ങളുടെ പ്രതികരണം കണ്ണിന് പകരം കണ്ണ് എന്ന രീതിയിലായിരിക്കില്ല. കണ്ണിന് പകരം തല തന്നെ ഞങ്ങൾ കൊയ്യും. നിങ്ങളെ ഞങ്ങൾ ക്ഷയിപ്പിക്കും, കപ്പലുകൾ മുക്കിക്കളയും. ഗ്രേറ്റർ ഇസ്രയേൽ എന്ന സ്വപ്നം മുന്നിൽ കണ്ട് ട്രംപ് ഭരണകൂടത്തെ ഇസ്രയേൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. ഇപ്പോൾ US കമാൻഡർമാർക്കും ഇസ്രയേലിനുമിടയിൽ ട്രംപ് ആശയക്കുഴപ്പത്തിലായി എന്നാണ് IRGCയുടെ നിലപാട്. മറുവശത്ത് ട്രംപ് ഇറാൻ തങ്ങൾക്ക് അമൂല്യമായ ചില സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്ന് വെളിപ്പെടുത്തുന്നു. ഇറാനിൽ നിന്ന് ലഭിച്ച നിഗൂഢ സമ്മാനത്തെക്കുറിച്ച് ചില സൂചനകളാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിടുന്നത്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട എന്തോ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നം വയ്ക്കുന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ. വലിയ സാമ്പത്തിക മൂല്യം ഈ സമ്മാനത്തിനുണ്ട് എന്ന് ട്രംപ് പറയുന്നു. എന്നാൽ എന്താണ് സമ്മാനമെന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അവർ ആശ്ചര്യകരമായ ഒരു കാര്യം ചെയ്തു. അത് ശരിക്കുമുള്ള ഒരു സമ്മാനമായിരുന്നു. അമൂല്യവും വിലപിടിപ്പുള്ളതുമായ ഒരു വലിയ സമ്മാനം. ട്രംപ് ലക്ഷ്യം വയ്ക്കുന്ന ഗെയിം ചേഞ്ചർ എന്താണ് എന്ന് ലോകം ചോദിക്കുന്നു. മറുവശത്തിത മറ്റു ചില വാർത്തകൾ ലോകത്തെ നടുക്കിക്കളയുന്നു. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാന വാഹിനിക്കപ്പലിനെ ആക്രമിക്കുമെന്ന് നേരത്തെ ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഒരു വലിയ മിസൈൽ ആക്രമണം പരാജയപ്പെടുന്ന വാർത്തയിൽ ലോകം കണ്ടു. എന്നാൽ ഇന്ന് മറ്റൊരു വാർത്തയാണ് ലോകത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയെ പിന്തുണയ്ക്കുന്നതിനായി അറേബ്യൻ കടലിൽ വിന്യസിച്ചിരുന്ന ലിങ്കൺ കാരിയർ കപ്പലിൽ ഇറാൻ തുടർച്ചയായി കരയിൽ നിന്ന് കടലിലേക്ക് ക്രൂയിസ് മിസൈലുകൾ തൊടുക്കുന്നു. ക്രൂയിസ് മിസൈലുകൾ കപ്പലിന് നേർക്കയക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ വൈറ്റ് ഹൗസിൽ സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ നമ്മുടെ വിമാന വാഹിനി കപ്പലുകളിൽ ഒന്നിന് നേർക്ക് അവർ 100 മിസൈലുകൾ തൊടുത്തു.
എന്നാൽ തൊടുത്ത 101 മിസൈലുകളും നമ്മൾ തകർത്തു. ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് യുദ്ധക്കപ്പൽ നിരന്തരമായ നിരീക്ഷണത്തിലാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ നാവികസേനാ കമാൻഡർ ഷഹാം ഇറാനിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറുവശത്ത് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുവെന്നും ഇറാൻ പറയുന്നു. വിചിത്രമായ അവകാശവാദങ്ങൾ. മറുവശത്ത് ചർച്ചകളുടെ ഒരു വാതിൽ തുറക്കുമോ എന്ന് ലോകം ശ്രദ്ധിക്കുന്നതിനിടയിലാണ് ഇത്തരം ചില നീക്കങ്ങൾ. ഇസ്രയേൽ ഇപ്പോഴും അമേരിക്കയോട് പറയുന്നത് ഒരേ ഒരു കാര്യം, അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല. ശക്തിയിലൂടെ മാത്രമേ നമുക്ക് സമാധാനം അവിടെ സൃഷ്ടിക്കാൻ കഴിയൂ. ലോകത്തെ നടുക്കുന്ന മറ്റൊരു ആക്രമണവും ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നു. ഇസ്രയേലിലെ ഏറ്റവും വലിയ ഒരു ഊർജ്ജ പ്ലാന്റിന് നേർക്ക് ഇറാൻ മിസൈലുകൾ എത്തി. എന്നാൽ പ്ലാന്റിൽ എന്തെങ്കിലും അപകടമുണ്ടാക്കാനോ ആളപായമുണ്ടാക്കാനോ മിസൈൽ ആക്രമണം കൊണ്ട് കഴിഞ്ഞില്ല. ഇസ്രയേൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് ഇറാൻ ഇതിനുള്ള ശിക്ഷ സ്വീകരിക്കുമെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ അട്ടിമറിക്കുന്ന തലത്തിലേക്ക് ഇറാൻ ചില നിബന്ധനകൾ വെച്ചു എന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകളുടെ വ്യവസ്ഥകൾ കർക്കശമാക്കണമെന്നതാണ് ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ നിലപാട്. ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകളുടെ പട്ടിക അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിരാശരാക്കിയിരിക്കുന്നു. ഇറാൻ അവരർഹിക്കുന്ന ശിക്ഷ നേടിയിട്ടേ മടങ്ങിപ്പോകൂ എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. കടുത്ത നിബന്ധനകൾ ഇസ്രയേൽ മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയാണ്. മധ്യസ്ഥ വേഷവുമായി എത്തിയ ഈ രാജ്യങ്ങളെ സൂക്ഷിക്കണമെന്ന് ഇസ്രയേൽ പറയുന്നു. ഇറാന്റെ അവകാശവാദങ്ങൾ യാതൊരു വിധത്തിലും യാഥാർത്ഥ്യബോധമുള്ളവയല്ല എന്ന് അമേരിക്ക പ്രതികരിച്ചു. ഇറാനുമായി ശരിയായ ആളുകൾ വഴി ചർച്ചകൾ തുടരുന്നുവെന്ന് ട്രംപ് പറയുമ്പോൾ മറുവശത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപിടി നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നതിലെ നയതന്ത്രമെന്ത്? ചർച്ചകൾ കൂടുതൽ കർക്കശമാക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. മറുവശത്ത് മറ്റു ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചകളുടെ മറവിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേർക്ക് ഒരു കരയാക്രമണത്തിനുള്ള സാധ്യത തേടുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കരയാക്രമണത്തിന് സൗദിയും UAEയും ഒക്കെ അമേരിക്കയ്ക്ക് കട്ടയ്ക്ക് പിന്തുണ നൽകി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകൾ പരാജയപ്പെടുന്ന ഏതു നിമിഷവും അമേരിക്ക ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിലേക്ക് തിരിയും. ഒപ്പമുണ്ടാകും ഇസ്രയേൽ എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.